പവിത്രന്റെ വീട് ഏതാണെന്നറിയോ? ദേ ആ വീടാ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, പവിത്രനെ ഒന്ന് കാണാൻ വന്നതാ. അങ്ങോട്ട് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, അവിടെ ആരുമില്ല, വീട് പൂട്ടിയിട്ടിരിക്കുക. ആരുമില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ പവിത്രം വല്ലപ്പോഴും കൂടിയേ വരൂ. പിന്നെ ഇവിടെ ഉള്ളത് അവന്റെ ഭാര്യയും മോളുവാ. അവര് രാവിലെ ഇറങ്ങിപ്പോന്ന് കണ്ടായിരുന്നു. എപ്പോ വരുമെന്നെങ്ങാനും അറിയോ? ഉള്ള കാര്യം അങ്ങ് പറയാലോ. അങ്ങനെ മിണ്ടലും പറയലും ഒന്നും ഇല്ലെന്നേ. അതിന് പറ്റിയ ആൾക്കാരുമല്ല, അതുകൊണ്ടാ. പോയ പോക്ക് കണ്ടിട്ട് ഉടനെ എങ്ങും തിരിച്ചു വരുന്ന ലക്ഷണമില്ലെന്നാ തോന്നിയത്. കയ്യില് ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അതൊക്കെ ഉള്ളതാ. അവിടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? അവരുടെ നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പോലീസ് പിടിക്കാതിരിക്കാൻ ആഴ്ചയ്ക്ക് നമ്പർ മാറ്റുന്നവരുടെയൊക്കെ നമ്പർ ഇവിടെ ആരുടെയും ഉണ്ടാവാനാ. അതുമാത്രമല്ലെന്നേ, അവന്റെ പെണ്ണുമ്പിള്ളയുടെ നമ്പറൊന്നും ആരും വാങ്ങിച്ചു വെക്കാറില്ല. അവസാനം നമ്മളും കൂടെ പോയി അകത്ത് കിടക്കേണ്ടി വരും. ഈ പരിസരത്ത് എവിടെയെങ്കിലും അന്വേഷിച്ചാ ആരുടെയെങ്കിലും കയ്യിൽ ആ നമ്പർ കാണാൻ സാധ്യതയുണ്ടോ? അതിപ്പോ ആരുടെ കയ്യിൽ കാണാനാ? എന്റെ കൊച്ചേ, ഉണ്ടെങ്കിലും ആരും തരില്ല. ഇനി അതെങ്ങാനും അവൻ അറിഞ്ഞാ പിന്നെ രാത്രി അവൻ വടിവാളും എടുത്തോണ്ട് വെട്ടിക്കൊല്ലാനായിട്ട് വീട്ടിൽ ചെന്നുക. കൊച്ചു പോവാൻ നോക്ക്. ഇവിടെ നിന്നൊന്നും അവനെ കുറിച്ച് ഒരു വിവരവും കിട്ടാൻ പോകുന്നില്ല. ആരും പറഞ്ഞു തരേയില്ല. മനഃപൂർവ്വമല്ല മോളെ, പേടിച്ചിട്ടാ. മോള് വേറെന്തെങ്കിലും വഴി നോക്ക്. ചേച്ചി വന്നേ. ഇനി നമ്മുടെ കഷ്ടകാലത്തിനെ അവനെ തിരക്കി വന്നവരോട് നമ്മൾ സംസാരിച്ചു നിന്നൊന്ന് ഇനി ആരെങ്കിലും അവനോട് പറഞ്ഞറിഞ്ഞാൽ പിന്നെ മനുഷ്യന് കിടക്കപ്പുറത്ത് കാണൂല. വന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എന്തായാലും വീട് കണ്ടുപിടിച്ചല്ലോ. വാ, ഓട്ടോ എടുക്ക, നമുക്ക് ആലോചിക്കാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക തീർന്നല്ലോ. ഞാനതൊക്കെ മറന്നും പോയി. ഹലോ അമ്മേ. ആ മോളെ, പോയ കാര്യം എന്തായി? അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? പവിത്രനെ നേരിട്ട് കണ്ടില്ലെങ്കിലും വീടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുമോ അമ്മേ? ഫോണിൽ കൂടി ആ കാര്യം പറയണ്ട, നേരിട്ട് സംസാരിക്കാം നമുക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ കൂടിയാ വിളിച്ചത്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ചുമന്ന ഗുളികയില്ലേ, ആ വലിയ സ്ട്രിപ്പ്, അത് കഴിഞ്ഞു. ഇന്നത്തേക്ക് പോലും ഇല്ല. എന്റെ അമ്മേ, ഓരോ ഗുളികയും പാതി ആവുമ്പോഴേ പറയണമെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ. എന്നാ തീർന്നാലെങ്കിലും ഒന്ന് പറയണ്ടേ? വെറുതെ ഗുളിക മുടക്കും. മുടങ്ങിയില്ലല്ലോ, ഇത് ഉച്ചത്തേക്കുള്ളതല്ലേ. ഞാനിപ്പോ കഴിക്കാനായി എടുത്തപ്പോഴാ ശ്രദ്ധിച്ചത്. അതുടനെ വിളിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ. വഴക്ക് പറയല്ലേ നിധി. ശരി ശരി, എന്തായാലും അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് ഇട്ടേക്ക്. ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിച്ചോണ്ട് വരാം. അല്ലടി മോളെ, പവിത്രന്റെ കാര്യത്തില് എന്തെങ്കിലും അനുകൂലമായിട്ട് തോന്നിയോ നിനക്ക്? അമ്മേ, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. വീട് കണ്ടുപിടിച്ചു, അയാൾക്ക് ഭാര്യയും മകളും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ആ വീട് പൂട്ടിയിട്ടിരിക്കുവായിരുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. എന്തായാലും നോക്കാം. എന്നമ്മ ഫോൺ വെച്ചോ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. ശരി മോളെ. ചേട്ടാ, കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോ അവിടെ വലതുവശത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ ഒന്ന് നിർത്തണേ. ശരി. അതെ, ഈ ടാബ്ലറ്റ് ഫുഡ് കഴിക്കാതെ ഒരു കാരണവശാലും കഴിക്കരുത്. നല്ല എഫക്റ്റ് ഉള്ള ഗുളിക.
ദാ ബാക്കി. ഇതൊരു 2 സ്ട്രിപ്പ് വേണം. 40 mg അല്ലേ? ആ അതെ. ആ ടാറ്റാ. ദാ നമുക്ക് ആ ഓട്ടോയിൽ കയറാം. വേഗം വാ അമ്മേ. മോളെ നിൽക്ക്. അയ്യോ അയ്യോ മോളെ, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു വണ്ടി വിളിക്കാം. ചേട്ടാ വണ്ടി നിർത്തേ. വേഗം. ഹലോ ഹലോ. ചേച്ചി കരയാതിരിക്കെ, മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കരയല്ലേ? കുഞ്ഞ് ചോരൊലിപ്പിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നീങ്ങി നിന്നെ. ഡോക്ടർ, ഒരു ആക്സിഡന്റ് പറ്റിയതാ. വണ്ടി ഇടിച്ച ശേഷം പിന്നെ കുട്ടി അനങ്ങിയിട്ടില്ല. ഇത് ഇഞ്ചുറി കുറച്ച് ഡീപ്പാണെന്ന് തോന്നല്ലോ. നന്നായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ.